Standard 10 English Textbook Unit 1 First Lesson Adventures in a Banyan Tree. It's a short story written by Ruskin Bond. Welcome to this video. Ruskin Bond, born on 19th May 1934, is an Indian author of British descent. 1934 മെയ് 19 ജനിച്ച റസ്കിൻ ബോണ്ട് ബ്രിട്ടീഷ് വംശ പാരമ്പര്യമുള്ള ഒരു ഇന്ത്യൻ റൈറ്റർ ആണ്. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. റോയൽ എയർഫോഴ്സിലെ ഒരു ഓഫീസറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാദർ. He wrote his first novel, The Room on the Roof, at the age of 17. അദ്ദേഹത്തിൻ്റെ 17-ാമത്തെ വയസ്സിൽ The Room on the Roof എന്ന ആദ്യത്തെ നോവൽ എഴുതി. It got John Llewellyn Rhys Prize in 1957. ആ നോവലിന് 1957 ജോൺ ലെവ്ലിൻ റിസ് പ്രൈസ് ലഭിച്ചു. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ് ദ ആംഗ്രി റിവർ. അദ്ദേഹത്തിൻ്റെ ദ ആംഗ്രി റിവർ എന്ന ബുക്ക് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്കാണ്, കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ബുക്കാണ്. ഇൻ 1992 ഹി റിസീവ്ഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡേറ. അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡേറ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥാ സമാഹാരത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് 1992 ലഭിച്ചു. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1999 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾക്ക് 1999 പത്മശ്രീ ലഭിച്ചു. ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ 2017. ആജീവനാന്ത നേട്ടത്തിനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അത് 2017. ഹി നൗ ലീവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലാൻഡർ നിയർ മസൂറി പട്ടണത്തിന് അടുത്തുള്ള ലാൻഡർ എന്ന സ്ഥലത്ത് അദ്ദേഹം ഇപ്പോൾ കുടുംബസമേതം താമസിക്കുന്നു. Now let's read the story. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പും മുത്തച്ഛൻ്റെ ആധിപത്യത്തിൽ ആയിരുന്നെങ്കിലും അവിടെയുണ്ടായിരുന്ന പ്രൗഢഗംഭീരമായ ഒരു ആൽമരം എൻ്റേതായിരുന്നു. അങ്ങനെ പറയാൻ പ്രധാന കാരണം 65 വയസ്സുള്ള മുത്തച്ഛന് ഇനി അതിൽ കയറാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. ഡൊമെയിൻ മീൻസ് ആൻ ഏരിയ അണ്ടർ വൺസ് കൺട്രോൾ, ആധിപത്യത്തിൽ ഉള്ള സ്ഥലം. മാഗ്നിഫിസൻറ്റ്, മെജസ്റ്റിക്, അതിഗംഭീരമായ. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. മരം കയറാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഏതോ ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിൻ്റെ കാര്യം പറഞ്ഞ് മുത്തശ്ശി എപ്പോഴും മുത്തച്ഛനെ പരിഹസിക്കുക പതിവായിരുന്നു. ആരാണ് ഈ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്? 117 വയസ്സുവരെ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് വനിതയായിരുന്നു അവർ. കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് 117-ാം വയസ്സിൽ ഒരു ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ വീണതുകൊണ്ടാണ് മരിച്ചത്. അല്ലെങ്കിൽ അവർ അതിലും കൂടുതൽ കാലം ജീവിച്ചിരിക്കുമായിരുന്നു. കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്നത് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ദീർഘായുസിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിക്ക് നെയിമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഫിറ്റ്സ് ജെറാൾഡ് വംശപരമ്പരയിലുള്ള കാതറിൻ ഫിറ്റ്സ് ജെറാൾഡ് എന്നാണ് അവരുടെ പേര് എന്ന് പറയപ്പെടുന്നു. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ ഫോമിംഗ് എ മെയ്സ് ഓഫ് ആർച്ചേഴ്സ് ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. പടർന്നു കിടക്കുന്ന ശാഖകൾ താഴത്തേക്ക് ഭൂമിയിലേക്ക് തന്നെ വളഞ്ഞ് വേരുപിടിച്ച് കമാനങ്ങൾ തീർത്തു നിൽക്കുന്ന ബനിയൻ ട്രീ എന്നിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിരുന്നു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഓൾഡർ ദാൻ ഗ്രാൻഡ്ഫാദർ, ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡേറ, നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. ആ മരം ഞങ്ങളുടെ വീടിനേക്കാളും എൻ്റെ മുത്തച്ഛനേക്കാളും പ്രായക്കൂടുതൽ ഉള്ളതായിരുന്നു. ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ചേർന്ന് കിടക്കുന്ന ഡെറ പട്ടണത്തിൻ്റെ അത്രയ്ക്ക് തന്നെ പഴക്കം ആ മരത്തിനും ഉണ്ടായിരുന്നു. My first friend and familiar was a small grey squirrel. എൻ്റെ ആദ്യ സുഹൃത്തും പരിചയക്കാരനും ഒരു ഗ്രേ കളറിൽ ഉള്ള ഒരു അണ്ണാൻ ആയിരുന്നു.
arching his back and sniffing into the air. He seemed at first to resent my invasion of his privacy. തൻ്റെ ബാക്ക് ആർച്ച് പോലെ വളച്ചുപിടിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് മണം പിടിച്ചുകൊണ്ട് അവൻ്റെ സ്വകാര്യതയിലേക്കുള്ള എൻ്റെ കടന്നുകയറ്റത്തിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ ആദ്യത്തെ പെരുമാറ്റം. But when he found that I did not arm myself with a catapult or air gun, he became friendlier. എന്നാൽ ഞാൻ എയർ ഗൺ, കവണ അതുപോലെയുള്ള ആയുധങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ എന്നോട് കൂടുതൽ സൗഹാർദ്ദത്തിൽ ആയി. And when I started leaving him pieces of cake and biscuit, he grew bolder. ഞാൻ അവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ കഷ്ണങ്ങൾ നൽകാൻ തുടങ്ങിയപ്പോൾ അവൻ കൂടുതൽ ധൈര്യവാൻ ആവുകയും എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ തക്കവണ്ണം എന്നോട് പരിചയമാവുകയും ചെയ്തു. He grew bolder and finally became familiar enough to take food from my hands. Maze means സങ്കീർണമായ, a network of paths and hedges. Nestling. Nestle means to ചേർന്ന് കിടക്കുക. Invasion means annexation, അധിനിവേശം. Catapult, കവണ. Sniff means take in air quickly through nose, മണത്തു നോക്കുക. Before long, he was delving into my pockets and helping himself to whatever he could find. അധികം നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ അവൻ എൻ്റെ പോക്കറ്റിൽ ഇറങ്ങി തപ്പി തിരഞ്ഞ് കാണുന്നതെല്ലാം ഭക്ഷിക്കാൻ തുടങ്ങി. Delve, search for something, പരിശോധിക്കുക. Very young, he was a very cruel, and his friends and relatives probably thought him headstrong and foolish for trusting a human. അവൻ തീരെ ചെറിയ ഒരു അണ്ണാൻ കുഞ്ഞായിരുന്നു. ഞാൻ എന്ന മനുഷ്യനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അവൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ കരുതിയിരിക്കാം അവൻ ഒരു അഹങ്കാരിയും ഒരു വിഡ്ഢിയും ആണെന്ന്. Headstrong, വിനയമില്ലാത്തത്. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ ആ മരത്തിൽ പഴങ്ങൾ നിറയുമ്പോൾ എല്ലാത്തരം പക്ഷികളും മരച്ചില്ലകളിൽ വന്ന് കൂടും. ഉദരഭാഗം ചുവപ്പ് നിറമുള്ളതും വളരെ സന്തോഷവതിയും ആർത്തിക്കാരിയുമായ ബുൾബുൾ പക്ഷി, എപ്പോഴും കലപില കൂട്ടുന്ന പാസ്റ്റർ പക്ഷികൾ, തത്ത, കാക്ക എല്ലാവരും കൂടി എപ്പോഴും പരസ്പരം ശബ്ദ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സ്ക്വാബ്ലിംഗ്, കോറലിംഗ് നോയ്സ്ലി. During the fig season, the banyan tree was the noisiest place on the road. പഴക്കാലം ആയാൽ ആ സ്ഥലത്തെ ഏറ്റവും ബഹളമുള്ള സ്ഥലം ഈ ഒരു ആൽമരം തന്നെയായിരിക്കും. ഹാഫ് വേ അപ്പ് ദ ട്രീ I had built a small platform on which I would often spend the afternoons when it wasn't too hot. മരത്തിൻ്റെ പകുതി ഉയരത്തിൽ ഞാനൊരു പ്ലാറ്റ്ഫോം പണിതിരുന്നു. ചൂട് കുറഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഇരുന്ന് ഞാൻ സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു. I could read there, propping myself against the bole of the tree with cushions taken from the drawing room. സ്വീകരണ മുറിയിൽ നിന്നെടുത്ത തലയിണ മരത്തിലേക്ക് ചാരിവെച്ച് ഞാൻ അവിടെ ഇരുന്ന് ബുക്സ് വായിക്കാറുണ്ടായിരുന്നു. പ്രോപ്പിംഗ്, സപ്പോർട്ടിംഗ്. ബോൾ, ദ ട്രങ്ക് ഓഫ് എ ട്രീ, മരത്തിൻ്റെ തായ്തടി. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. Treasure Island, Huckleberry Finn, Mowgli Stories and the novels, Edgar Rice Burroughs, Louisa May Alcott, ഇവരുടെയൊക്കെ നോവലുകൾ, ഇതൊക്കെ എൻ്റെ വൈവിധ്യമാർന്ന വായനയുടെ ശേഖരത്തിൽ ഉണ്ടായിരുന്നു. When I didn't feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds, which insisted on springing up all over his very English garden. വായനയിൽ താല്പര്യം ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ അവിടെ താഴെ ഇലകൾക്കിടയിലൂടെ നോക്കി താഴെയുള്ള കാഴ്ചകളൊക്കെ കാണുമായിരുന്നു.
മുത്തശ്ശി തുണികൾ വിരിക്കുന്നതും എടുക്കുന്നതും, പാചകക്കാരൻ പഴക്കച്ചവടക്കാരനുമായി തർക്കിക്കുന്നതും, മുത്തച്ഛൻ തൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ വാശിയിലെന്ന പോലെ വളരുന്ന ജമന്തി ചെടികളോട് പിറുപിറുക്കുന്നതും എല്ലാം എനിക്ക് കാണാമായിരുന്നു. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ, ബട്ട് on one particular afternoon, I had enough excitement to last me through the summer. അത്ര ആവേശകരമായ സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. എന്നാൽ ഒരു വേനൽ അവധിക്കാലം മുഴുവൻ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കത്തക്ക വിധം ആവേശോജ്വലമായ ഒരു സംഭവം ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം അവിടെ ഉണ്ടായി. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. പൂന്തോട്ടത്തിൽ ഒരു കീരിയും മൂർഖൻ പാമ്പും മരണം വരെ പോരാടിയത് ഞാൻ അവർക്ക് മുകളിൽ മരത്തിൽ ഇരുന്നു കൊണ്ട് കണ്ടതായിരുന്നു ആ സംഭവം. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവരിവൺ ഇൻക്ലൂഡിംഗ് ഗ്രാൻഡ്ഫാദർ ഇൻഡോസ്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose whom I had often seen emerged from the bushes and വെൻറ്റ് സ്ട്രെയിറ്റ് ഫോർ ദി കോബ്ര. അതൊരു ഏപ്രിൽ മാസത്തിലെ ഉച്ച കഴിഞ്ഞുള്ള സമയമായിരുന്നു. അടുത്തുകൊണ്ടിരിക്കുന്ന വേനൽക്കാലത്തിൻ്റെ ചൂടുകാറ്റ് വീശുന്നുണ്ടായിരുന്നു. മുത്തച്ഛനടക്കം എല്ലാവരും വീടിനുള്ളിലായിരുന്നു. എനിക്കും മയക്കം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വീടിൻ്റെ പുറകുവശത്തുള്ള കുളത്തിൽ പോയി ഒന്ന് നീന്തിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് മുൾച്ചെടി കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ കറുത്ത മൂർഖൻ പുറത്തേക്ക് ഇഴഞ്ഞു വന്നത്. അത് പൂന്തോട്ടത്തിലെ തണുപ്പുള്ള സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കുറ്റിച്ചെടികളുടെ ഇടയിൽ നിന്ന് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ഒരു കീരി പുറത്തേക്ക് വരികയും നേരെ മൂർഖൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ക്ലംപ് മീൻസ് ക്ലസ്റ്റർ, കൂട്ടം. ഗ്ലൈഡ് മീൻസ് സ്ലൈഡ്, സ്ലിപ്പ്, ഇഴഞ്ഞു നീങ്ങുക. In a clearing beneath the tree, in bright sunshine, they came face to face. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിന് താഴെ തന്നെ നല്ല സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്ത് അവർ മുഖാമുഖം വന്നിരുന്നു. കോബ്ര knew too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. ആ മൂർഖന് അറിയാമായിരുന്നു കീരി നല്ല ആക്രമണ സ്വഭാവമുള്ള തന്ത്രശാലിയായ മികച്ച ഒരു പോരാളിയാണെന്ന്. എന്നാൽ മൂർഖൻ പാമ്പും ഒട്ടും മോശമല്ലാത്ത കഴിവും പരിചയസമ്പത്തും ഒക്കെയുള്ള നല്ല പോരാളി തന്നെയാണ്. മിന്നൽ വേഗത്തിൽ ചലിച്ച് ശത്രുവിനെ കൊത്താൻ അവന് കഴിയും. അവൻ്റെ മൂർച്ചയുള്ള വിഷപ്പല്ലുകൾക്ക് പിന്നിൽ മാരകമായ വിഷം നിറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അഗ്രസീവ് മീൻസ് വയലൻറ്റ്, ആക്രമണ സ്വഭാവമുള്ള. സാക്സ് മീൻസ് ബാഗ്സ്, വിഷസഞ്ചി എന്നാണ് ഇവിടെ മീനിങ്. ഫാങ്സ്, ലാർജ് ഷാർപ്പ് ടീത്ത്, വിഷപ്പല്ലുകൾ. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇത് ചാമ്പ്യന്മാരുടെ ഒരു പോരാട്ടം തന്നെയാവും. ഹിസ്സിംഗ് ഡിഫെൻസ്, ഹിസ് ഫോക്ഡ് ടങ് darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In the past, this very thickness of his hair had saved him from bites that would have been fatal to others. ധിക്കാരത്തോടുകൂടി ചീറ്റിക്കൊണ്ട് രണ്ടായി പിളർന്ന നാക്ക് അകത്തേക്കും പുറത്തേക്കും ഇട്ടുകൊണ്ട് 6 അടി ശരീരത്തിൻ്റെ 3 അടിയോളം തറയിൽ നിന്നും ഉയർത്തി പത്തി വിടർത്തി ആ മൂർഖൻ നിന്നു. കീരി തൻ്റെ വാലിലെ രോമമെല്ലാം വിടർത്തിക്കൊണ്ട് നിന്നു. മുതുകിലുള്ള നീളൻ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. മുൻപ് പല പ്രാവശ്യം ഈ രോമങ്ങളാണ് കീരിയെ മാരകമായ പാമ്പുകളുടെ കടിയിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്. ഡിഫെൻസ്, ധിക്കാരം, ശക്തമായ പ്രതിഷേധം, ഓപ്പോസിഷൻ. ഹിസ്, മേക്ക് എ ഷാർപ്പ് സൗണ്ട് ടു എക്സ്പ്രസ് ഡിസപ്രൂവൽ, ശീൽക്കാര ശബ്ദം ഉണ്ടാക്കുക. ഫൈറ്റൽ, ഡെഡ്ലി, മാരകമായ. ദോ ദ കോമ്പാറ്റൻസ് വേർ
Unaware of my presence in the banyan tree, they soon became aware of the arrival of the two other spectators. One was a myna and the other a jungle crow, not the wily urban crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. ബനിയൻ ട്രീയുടെ മുകളിലുള്ള എൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഈ പോരാളികൾക്ക് അറിയില്ല. എങ്കിലും മറ്റ് രണ്ട് കാഴ്ചക്കാരെ പറ്റി അവർ ബോധവാന്മാരായി. ഒന്ന് ഒരു മൈനയും മറ്റേത് ഒരു കാട്ട് കാക്കയുമായിരുന്നു. പട്ടണങ്ങളിലൊക്കെയുള്ള കാക്കകളെ പോലെ തന്ത്രശാലിയായ ഒരു കാക്ക ആയിരുന്നില്ല അത്. ഈ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ് അവർ മുൻപ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഫലം എന്താകുമെന്നറിയുന്നതിന് അവർ ഒരു മുൾച്ചെടിയുടെ മുകളിൽ ഇരുന്നു. അവർ അത് കാണുന്നത് കൊണ്ട് മാത്രം തൃപ്തരാകുമായിരുന്നുവെങ്കിൽ അതായിരുന്നു രണ്ടു പേർക്കും നല്ലത്. കോംബാറ്റൻറ്റ് മീൻസ് ഫൈറ്റേഴ്സ്, പോരാളികൾ. സ്പെക്ടേറ്റേഴ്സ്, വ്യൂവേഴ്സ്, കാഴ്ചക്കാർ. വൈലി മീൻസ് കണ്ണിങ്, ക്ലവർ, സൂത്രശാലിയായ. കണ്ടന്റ്, സാറ്റിസ്ഫൈഡ്, തൃപ്തരായത്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. മൂർഖൻ പ്രതിരോധിക്കാനായി നിന്നു. കീരിയെ കൊണ്ട് തെറ്റായൊരു ചുവട് വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി മൂർഖൻ രണ്ട് സൈഡിലേക്കും ആടിക്കൊണ്ടിരുന്നു. പക്ഷേ തൻ്റെ എതിരാളിയുടെ സ്ഫടികം പോലെയുള്ളതും ഇമ വെട്ടാതെയുള്ള കണ്ണുകളുടെ ശക്തിയെക്കുറിച്ച് കീരിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് മൂർഖൻ്റെ കണ്ണുകളിലേക്ക് ഉള്ള നോട്ടം കീരി ഒഴിവാക്കി. മെസ്മറൈസ് മീൻസ് വശീകരിക്കുക. ക്യാപ്ചർ വൺസ് അറ്റൻഷൻ ആസ് ഇഫ് ബൈ മാജിക്. ഇൻസ്റ്റെഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗെയ്സ് at a point just below the cobra's hood and opened the attack. പകരം മൂർഖൻ്റെ പത്തിക്ക് താഴെയുള്ള ഒരു പോയിന്റിലേക്ക് നോട്ടം ഉറപ്പിച്ചുകൊണ്ട് കീരി ആക്രമണത്തിന് തുടക്കം കുറിച്ചു. ഗെയ്സ് മീൻസ് സ്റ്റെയർ, ഉറ്റുനോക്കുക. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. മൂർഖൻ്റെ പിടിയിൽ എത്തും വരെ കീരി മുന്നോട്ട് നീങ്ങി. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഒരു വ്യാജ നീക്കം നടത്തുകയും ചെയ്തു. പാമ്പിൻ്റെ ശ്രദ്ധ തിരിക്കുന്ന വിധത്തിലുള്ള ഒരു നീക്കം ആണ് നടത്തിയത്. ഉടനെ പാമ്പ് ആഞ്ഞു കൊത്തി. വളരെ വേഗത്തിൽ പാമ്പിൻ്റെ പത്തി താഴുന്നത് കണ്ടപ്പോൾ കീരിക്ക് ഇനി ഒരു തരത്തിലും രക്ഷപ്പെടാനാവില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ ആ കൊച്ചു കീരി ഒരു സൈഡിലേക്ക് മാറുകയും അതേ വേഗത്തിൽ പാമ്പിൻ്റെ പുറത്തേക്ക് ചാടി വീണ് പാമ്പിനെ കടിച്ച ശേഷം പെട്ടെന്ന് പാമ്പിൻ്റെ പിടിയിൽ നിന്ന് അകന്ന് മാറുകയും ചെയ്തു. ഫെയിൻറ്റ് മീൻസ് എ ഡിസെപ്റ്റീവ് മൂവ്, നാട്യം എന്ന് പറയാം, ഒരു വ്യാജ നീക്കം. ദ മോമെൻറ്റ് കോബ്ര സ്ട്രക്ക്, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. കീരിയെ കൊത്താൻ തുനിഞ്ഞ ആ നിമിഷം കാക്കയും മൈനയും പാമ്പിൻ്റെ നേരെ കുതിച്ചു. പക്ഷേ അവർ പരസ്പരം അന്തരീക്ഷത്തിൽ കൂട്ടിമുട്ടി. കരഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോയി മുൾച്ചെടിയിൽ തന്നെ ഇരുന്നു. ഹേൾ മീൻസ് ത്രോ, എറിയുക. Collide means hit by accident when moving. കൂട്ടിയിടിക്കുക. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. പാമ്പിൻ്റെ ശരീരത്തിലെ രക്തത്തുള്ളികൾ വെയിലിൽ തിളങ്ങി. പാമ്പ് വീണ്ടും കൊത്താൻ ശ്രമിച്ചെങ്കിലും ശരിയായില്ല. കീരി വീണ്ടും സൈഡിലേക്ക് തെന്നിമാറുകയും പാമ്പിൻ്റെ മേൽ ചാടി വീണ് കടിക്കുകയും ചെയ്തു. വീണ്ടും ആ പക്ഷികൾ പാമ്പിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. വീണ്ടും പരസ്പരം കൂട്ടിമുട്ടി. അവർ മുൾച്ചെടിയുടെ
സുരക്ഷിതത്വത്തിലേക്ക് തന്നെ കരഞ്ഞുകൊണ്ട് മടങ്ങി. ഗ്ലിസൺ മീൻസ് ഷൈൻ, തിളങ്ങുക. ബംഡ്, സ്മാഷ്ഡ്, കൂട്ടിമുട്ടി. The third round followed the same course as the first, but with dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turn back. In the second that it took him to do this, the cobra whipped his head and back and struck with great force, his snout thudding against the crow's body. ആദ്യത്തേതുപോലെ തന്നെ പോരാട്ടത്തിൻ്റെ 3-ാം റൗണ്ടും തുടർന്നു. പക്ഷേ ഇപ്രാവശ്യം നാടകീയമായ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. മൈനയും കാക്കയും ഇതിൽ പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് പാമ്പിന് നേരെ വന്നു. ഇപ്രാവശ്യം അവർ കൂട്ടിയിടിച്ചില്ല. എങ്കിലും അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയി. മൈന പറന്നെങ്കിലും അതിൻ്റെ ഇരിപ്പിടത്തിലേക്ക് തന്നെയാണ് പറന്നത്. പക്ഷേ കാക്ക പാതി വഴിയിൽ അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും പെട്ടെന്ന് തിരിയാൻ ശ്രമിക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ മൂർഖൻ തൻ്റെ തല തിരിച്ചുകൊണ്ട് ആഞ്ഞടിച്ചു. മൂർഖൻ്റെ തലയുടെ മുൻഭാഗം കാക്കയുടെ ശരീരത്തിൽ ശക്തിയായി ഇടിച്ചു. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. ഗാർഡന്റെ കുറുകെ ഏകദേശം 20 അടി അകലത്തിലേക്ക് കാക്ക തെറിച്ച് പോകുന്നത് ഞാൻ കണ്ടു. അത് അവിടെ കുറച്ചു സമയം കിടന്ന് പിടയുകയും പിന്നീട് അനക്കമില്ലാതാവുകയും ചെയ്തു. മൈന മുൾച്ചെടിയിൽ തന്നെ ഇരുന്നു. ബുദ്ധിപൂർവം തന്നെ വീണ്ടും ഒരു പോരാട്ടത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. The cobra was weakening and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. മൂർഖൻ തളർന്നുകൊണ്ടിരുന്നു. പക്ഷേ കീരി ഒട്ടും ഭയമില്ലാതെ നടക്കുകയായിരുന്നു. തൻ്റെ കൊച്ചു കാലുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് മൂർഖൻ്റെ തല വളരെ വേഗത്തിൽ തൻ്റെ വായ്ക്കകത്താക്കി. The cobra writhed and lashed out in a frightening manner and even coiled itself about the mongoose, but all to no avail. മൂർഖൻ വേദന കൊണ്ട് പുളഞ്ഞു. തൻ്റെ ശരീരം ഭയങ്കരമായി നിലത്തടിച്ചു. കീരിയുടെ ശരീരത്തിൽ ചുറ്റി വരിഞ്ഞു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. റൈത്ത്, റിഗിൾ, വേദന കൊണ്ട് പുളയുക. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its quivering length and gripping it round the hood, dragged it into the bushes. മൂർഖൻ തൻ്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നതുവരെ കൊച്ചുകീരി പാമ്പിൻ്റെ ശരീരം കടിച്ചു പിടിച്ചു വെച്ചു. പിന്നെ പാമ്പിൻ്റെ ശരീരം മുഴുവൻ മണം പിടിച്ചു. എന്നിട്ട് പത്തി കടിച്ചു പിടിച്ചുകൊണ്ട് കീരി പാമ്പിനെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. The myna dropped cautiously to the ground, hopped around, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. മൈന ശ്രദ്ധാപൂർവം താഴെ ഇറങ്ങി കുറച്ചു സമയം അവിടെയൊക്കെ ചാടി നടന്നുകൊണ്ട് കുറച്ച് സുരക്ഷിതമായ ഒരു ദൂരത്ത് നിന്നുകൊണ്ട് കുറ്റിക്കാട്ടിലേക്ക് എത്തി നോക്കി. എന്നിട്ട് അഭിനന്ദനത്തിൻ്റെ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. ഞാനും മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വീട്ടിലേക്ക് പോയി. ഞാൻ കണ്ട ആ പോരാട്ടത്തെക്കുറിച്ച് മുത്തച്ഛനോട് പറഞ്ഞു. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away from the snakes, and fed it regularly with scraps from the kitchen. കീരി പോരാട്ടത്തിൽ ജയിച്ചു എന്നറിഞ്ഞപ്പോൾ മുത്തച്ഛന് സന്തോഷമായി. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ നൽകിക്കൊണ്ട് കീരിയെ ഗാർഡനിൽ തന്നെ ജീവിക്കാനും അതുവഴി പാമ്പിനെ അകറ്റി നിർത്താനും മുത്തച്ഛൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. He had never tried taming it because wild mongoose was more useful than a domesticated one. ഇണക്കി വളർത്തുന്ന കീരികളേക്കാൾ പാമ്പിനെ ഓടിക്കാൻ നല്ലത് കാട്ടിലെ കീരികളാണെന്ന് മുത്തച്ഛൻ വിശ്വസിച്ചിരുന്നത് കൊണ്ട് കീരിയെ ഇണക്കി വളർത്താൻ മുത്തച്ഛൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല.
From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. But he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. വീടിന്റെ 4 മൂലകളിലും ഈ കീരി പല പ്രാവശ്യം റോന്തു ചുറ്റുന്നത് ആൽമരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു കോഴിമുട്ടയും വായിലാക്കി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ കോഴിക്കൂട്ടിലായിരുന്നു എന്ന്. പക്ഷേ അവൻ കോഴികളെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് പാമ്പുകളെ ഇവൻ അകറ്റി നിർത്തുന്നത് കൊണ്ട് അവൻ കോഴിമുട്ട മോഷ്ടിക്കുന്നത് മുത്തശ്ശി ക്ഷമിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. Banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. The white rat was grandfather's. He had bought it from the bazaar for 4 annas. But I would often take it with me into the roots and branches of the old tree, banyan tree, where it soon struck up a friendship with one of the squirrels. They would go off together on little excursions among the branches. ഗ്രേ നിറത്തിലുള്ള അണ്ണാന്റെയും വെളുത്ത എലിയുടെയും വിചിത്രമായ ഒരു കാര്യത്തിന്റെ ഒരു പശ്ചാത്തലം കൂടിയായിരുന്നു ആൽമരം. വെളുത്ത എലി മുത്തച്ഛൻ്റെതായിരുന്നു. മാർക്കറ്റിൽ നിന്ന് 4 അണയ്ക്ക് വാങ്ങിയതാണ്. ഞാൻ അതിനെ ആൽമരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവിടെ അത് ഒരു അണ്ണാനുമായി സൗഹൃദത്തിലായി. അവർ ഒരുമിച്ച് മരക്കൊമ്പുകളിലൂടെ വിനോദസഞ്ചാരം നടത്താറുണ്ടായിരുന്നു. അന മീൻസ് 1/16 ഓഫ് എ റുപ്പി. 4 അണ എന്ന് പറയുന്നത് 25 പൈസയാണ്. ഇപ്പോൾ അത് പ്രചാരത്തിൽ ഇല്ല. Then the squirrel started building a nest. At first, she tried building it in my pockets. And when I went in, changed my clothes, I would find straw and grass falling out. അണ്ണാൻ ഒരു കൂട് ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം അത് എൻ്റെ പോക്കറ്റിൽ കൂടുണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ വീടിനുള്ളിൽ വസ്ത്രം മാറിയപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് പുല്ലും വൈക്കോലും എല്ലാം വീഴുന്നത് ഞാൻ കണ്ടു. Then one day, grandmother's knitting was missing. We hunted for it everywhere, but without success. Next day I saw something glinting in the hole in the banyan tree. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുത്തശ്ശിയുടെ തയ്യൽ സാമഗ്രികൾ കാണാതായി. ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും വിജയിച്ചില്ല. അടുത്ത ദിവസം ആൽമരത്തിന്റെ പൊത്തിൽ എന്തോ തിളങ്ങുന്നത് ഞാൻ കണ്ടു. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. On looking further, I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. ഞാൻ മുകളിൽ കയറി പരിശോധിച്ചപ്പോൾ ആ തിളങ്ങിയിരുന്നത് മുത്തശ്ശിയുടെ തയ്യൽ സൂചിയുടെ അഗ്രഭാഗമായിരുന്നു എന്ന് ഞാൻ കണ്ടെത്തി. കൂടുതൽ തിരഞ്ഞപ്പോൾ ആ മരപ്പൊത്ത് നിറയെ തയ്യൽ സാധനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ കമ്പിളിക്കൂട്ടത്തിൽ 3 അണ്ണാൻ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. എല്ലാം വെളുത്ത നിറത്തിലുള്ളവയായിരുന്നു. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ, and we gazed at them in wonder. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, grandfather told me that the rat must be father. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring, in this case white squirrels. വെളുത്ത നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ മുത്തച്ഛൻ പോലും മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാം അത്ഭുതത്തോടെ അവയെ നോക്കി നിന്നു. ഞങ്ങളെല്ലാം കുറച്ചു സമയത്തേക്ക് ആശയക്കുഴപ്പത്തിലായി. പക്ഷേ വെളുത്ത എലിയുടെ മരത്തിലേക്കുള്ള ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനത്തെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, ആ വെളുത്ത എലി തന്നെയാകണം ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന്. എലികളും അണ്ണാനും പരസ്പരം ബന്ധമുള്ള ജീവികളാണെന്നും അവർക്ക് പരസ്പരം മക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും മുത്തച്ഛൻ പറഞ്ഞു. അപ്പോൾ ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങൾ അത്തരത്തിൽ ഉണ്ടായ മക്കളാണ് എന്നർത്ഥം. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി കാണും എന്ന് കരുതുന്നു. ആകും